മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് 4 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞ കാര്യം. ഈ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ 2 സെക്ഷൻ മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ എഴുതുക, ഇഫ് ദെൻ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺട്രാപോസിറ്റീവ് എഴുതുക, കോൺവേഴ്സ് എഴുതുക. റൂട്ട് ടു ഇറാഷണൽ ആണെന്ന് തെളിയിക്കാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 4 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ മാത്രം നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ 4 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് ഒന്ന് പോവാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ നെഗേഷൻ എഴുതുക. എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള കാര്യം ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റായി മാറണമെങ്കിൽ, മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആ തന്ന സെൻറ്റൻസ് എല്ലായ്പ്പോഴും ശരിയായിരിക്കുകയോ അല്ലെങ്കിൽ തെറ്റായിരിക്കുകയോ ചെയ്യണം. ചിലപ്പോൾ എപ്പോഴും പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിക്കൊള്ളണമെന്നില്ല, ശരിയായിക്കൊള്ളണമെന്നില്ല, തെറ്റായിക്കൊള്ളണമെന്നില്ല. കൺഫ്യൂഷൻ നിലനിൽക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ വരാറുണ്ട്. അതൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, ആക്സെപ്റ്റ് ചെയ്യാറില്ല. മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ഇവിടെ നമ്മൾക്ക് തരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം എന്താണ്, മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ നെഗേഷൻ എഴുതുക എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ എഴുതുക എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. വളരെ എളുപ്പമാണ്. ഇന്നത്തെ ക്ലാസ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് പഠിച്ചു കഴിയുകയും ചെയ്യും. സാധാരണയായി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. പി എന്ന് പറഞ്ഞ് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതാണ്, ന്യൂ ഡൽഹി ഈസ് എ സിറ്റി. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ നെഗേഷൻ എന്ന് പറയുന്ന കാര്യം ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വായിക്കുക, നെഗേഷൻ പി എന്ന് പറഞ്ഞിട്ടാണ്. ഈ നെഗേഷൻ പി എന്ന് പറഞ്ഞ കാര്യം എഴുതണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ന്യൂ ഡൽഹി ഈസ് എ സിറ്റി. അപ്പൊ നെഗേഷൻ എഴുതാൻ വേണ്ടി ഞാൻ അവിടെ ചെയ്തത് എന്താണോ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് പറയുന്ന കാര്യം ഞാൻ ചേർത്ത് കഴിഞ്ഞാൽ ഈ സെന്റൻസിന്റെ മീനിങ്ങിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഇവിടെ ന്യൂഡൽഹി സിറ്റി ആണ് എന്നാണ് പറയുന്നത്, ഇവിടെ ന്യൂഡൽഹി സിറ്റി അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ന്യൂഡൽഹി ഈസ് എ സിറ്റി. ഞാനിവിടെ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് പറഞ്ഞ ആശയത്തിലൂടെ തന്നെ പറയാനുള്ള കാരണം, ഏത് സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിട്ട് നെഗേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് പറയുന്ന കാര്യം എഴുതുക. ആ സ്റ്റേറ്റ്മെന്റ് അതുപോലെ എഴുതി വെക്കുക. വേറെ ഒന്നും നെഗേഷൻ എഴുതാൻ നിങ്ങൾ ചെയ്യേണ്ടതില്ല. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റുകൾക്കും ആക്സെപ്റ്റബിൾ ആയിട്ട് വരുന്നത് എന്താണ്, സ്റ്റാർട്ടിങ്ങിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് പറഞ്ഞ കാര്യം കൊടുക്കുക, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു രീതിയിൽ മാത്രം നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നെഗേഷൻ എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ സ്റ്റേറ്റ്മെന്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് പറയുന്ന കാര്യം ചേർത്ത് ആ സ്റ്റേറ്റ്മെന്റ് കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നെഗേഷൻ എന്ന് പറഞ്ഞ കാര്യമായി. ഇത് പല രീതിയിൽ ശരിക്കും എഴുതാം. ന്യൂഡൽഹി ഈസ് എ സിറ്റി, അതിന്റെ നെഗേഷൻ ന്യൂഡൽഹി ഈസ് നോട്ട് എ സിറ്റി എന്ന് പറഞ്ഞ് എഴുതാം. പക്ഷെ എല്ലായ്പ്പോഴും നോട്ട് ചേർത്ത് എഴുതുക എന്ന് പറയുന്നത് നെഗേഷൻ എഴുതുന്ന സമയത്ത് പോസിബിൾ അല്ല. എന്നാൽ എല്ലാത്തിലും ആക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് പറയുന്ന കാര്യം സ്റ്റാർട്ടിങ്ങിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിന്റെ നെഗേഷൻ എഴുതണം. ഒന്നാമത്തത് റൂട്ട് ടു ഈസ് റാഷണൽ. ഇതിന്റെ നെഗേഷൻ എഴുതണം. അപ്പോൾ ഒന്നാമത്തതിന്റെ ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, തുടക്കത്തിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് പറഞ്ഞ കാര്യം കൊടുക്കുക. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് റൂട്ട് ടു ഈസ് റാഷണൽ. സ്റ്റേറ്റ്മെന്റിന് ഒരു വ്യത്യാസവും ഇല്ല. സ്റ്റാർട്ടിങ്ങിൽ എന്ത് കൊടുത്തു, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് പറഞ്ഞ കാര്യം കൊടുത്തു. രണ്ടാമത്തതിന്റെ ആൻസറിലേക്ക് പോകുമ്പോൾ റൂട്ട് ടു ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ. നെഗേഷൻ എഴുതണമെങ്കിൽ എന്ത് കൊടുക്കുക, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് റൂട്ട് ടു ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ ബോത്ത് ഡയഗണൽസ് ഓഫ് എ റെക്ടാംഗിൾ ഹാവ് സെയിം ലെങ്ത്. നെഗേഷൻ എഴുതുമ്പോൾ എന്ത് കൊടുക്കുക, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് പറയുന്ന കാര്യം തുടക്കം കൊടുക്കുക. പിന്നെ ബാക്കി നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്
എന്താണോ തന്നിരിക്കുന്നത് അതുപോലെ എഴുതി വെക്കുക. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ബോത്ത് ഡയഗണൽസ് ഓഫ് എ റെക്ടാങ്കിൾ ഹാവ് സെയിം ലെങ്ത്. ഇപ്പൊ നിങ്ങൾക്ക് ആ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഏത് സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിട്ട് നെഗേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ്? ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് പറഞ്ഞ കാര്യം സ്റ്റാർട്ടിങ്ങിൽ ചേർക്കുക, സ്റ്റേറ്റ്മെന്റ് അതുപോലെ എഴുതി വെക്കുക. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. കോൺട്രാപോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ് സെക്ഷനിലേക്ക് പോകുന്നതിന് മുൻപേ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതിൽ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ദർ ഈസ് സംതിങ് റോങ് വിത്ത് ദ ബൾബ് ഓർ വിത്ത് ദ വയറിംഗ്. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് അവിടെ ഈ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെ രണ്ടാക്കി മാറ്റുന്ന സമയത്ത് എന്ത് വരും? രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കിട്ടും. അതിനെ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയാറുള്ളത്. അപ്പൊ ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇവിടെ തരുന്ന ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. തൊട്ടു മുന്നേ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ദർ ഈസ് സംതിങ് റോങ് വിത്ത് ദ ബൾബ് ഓർ വിത്ത് ദ വയറിംഗ്, അവിടെ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഓർ എന്ന് പറയുന്ന കാര്യമാണ്. ഇതുപോലെ ആൻഡ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാറുണ്ട്, എയ്തർ ഓർ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാറുണ്ട്, നെയ്തർ നോർ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാറുണ്ട്, അതേപോലെ ഇഫ് ദെൻ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാറുണ്ട്. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. അവിടെ ഇഫ് ദെൻ ഉപയോഗിച്ചുകൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഫ് ദെൻ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ നമ്മൾക്ക് ചോദ്യമായിട്ട് വരിക. അങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെന്റുകളുടെയാണ് കോൺട്രാപോസിറ്റീവും കോൺവേഴ്സും നമ്മൾക്ക് എഴുതാനായിട്ട് വരുന്നത്. ഏതാണ് അവിടെ കണക്റ്റീവായിട്ട് വരുന്നത്? ഇഫ് ദെൻ എന്ന് പറയുന്ന കാര്യമാണ്. ഇഫ് കഴിഞ്ഞ വഴിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, ദെൻ കഴിഞ്ഞ വഴിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ എല്ലാം ഫോർമാറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? ഇഫ് കഴിഞ്ഞ വഴിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ്, ദെൻ കഴിഞ്ഞ വഴിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ്. ഇതിന് നമുക്കൊന്ന് ചുരുക്കിയിട്ട് ചിന്തിക്കാം. ഇഫ് കഴിഞ്ഞ് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ പി എന്നും ദെൻ കഴിഞ്ഞ് കിടക്കുന്നതിനെ ക്യൂ എന്നും ഞാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ചോദ്യമെല്ലാം ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. ഇഫ് പി ദെൻ ക്യൂ എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും. നമുക്ക് വേണ്ടത് ഈ രൂപത്തിൽ കിടക്കുന്ന ചോദ്യത്തിന്റെ കോൺട്രാപോസിറ്റീവ് എഴുതാൻ പഠിക്കണം, കോൺവേഴ്സ് എഴുതാൻ വേണ്ടി പഠിക്കണം. ആദ്യം കോൺട്രാപോസിറ്റീവ് എങ്ങനെ എഴുതാന്നതിനെ കുറിച്ച് പറയാം. കോൺട്രാപോസിറ്റീവ് എഴുതാന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിന്റെ ആ ഓർഡറിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തും. മാറ്റം വരുത്തിയതിനു ശേഷം കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് തന്നെ കണക്ട് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് ആ ഫോർമാറ്റ് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ആദ്യം ഇഫ് എഴുതുക, പിന്നെ ക്യൂവിന്റെ നെഗേഷൻ എഴുതുക, പിന്നെ ദെൻ എഴുതുക, പിന്നെ പിന്റെ നെഗേഷൻ എഴുതുക. ഈ ഒരു ഫോർമാറ്റിലേക്ക് ഈ ഒരു ചോദ്യത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ കോൺട്രാപോസിറ്റീവ് എഴുതൽ കഴിഞ്ഞു എന്നുള്ളതാണ്. കൃത്യമായി ശ്രദ്ധിക്കണേ. ഇഫ് കഴിഞ്ഞാൽ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അതാണ് പി. ദെൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അതാണ് ക്യൂ. ഇതിനെ ഏത് രൂപത്തിലേക്ക് മാറ്റണം? ഇഫ് എഴുതുക, തൊട്ടടുത്ത് നെഗേഷൻ ക്യൂ എഴുതുക. ക്യൂവിന്റെ നെഗേഷൻ ആണ് എഴുതേണ്ടത്. ഇവിടെ നെഗേഷൻ എഴുതുമ്പോൾ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്നല്ല ചേർക്കുക, നോട്ട് ചേർത്തിട്ടാണ് നമ്മൾ എഴുതുക. ഓക്കെ, അതെങ്ങനെയാണെന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി. ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്ന കാര്യം എഴുതൽ കഴിഞ്ഞു. ഇനി കോൺവേഴ്സ് എന്ന് പറഞ്ഞ കാര്യമാണ് എഴുതേണ്ടതെങ്കിൽ രണ്ടും ഞാൻ ഒരുമിച്ച് പറഞ്ഞു പോവാണേ. ഇഫ് എഴുതുക, ക്യൂ എഴുതുക, ദെൻ എഴുതുക, പി എഴുതുക. ഈ ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ എന്തായി? കോൺവേഴ്സ് എഴുതലായി. ഇതൊന്നുകൂടി എളുപ്പമാണ്. ഇഫ് കഴിഞ്ഞ വഴിക്ക് ക്യൂ എഴുതിയാൽ മതി, നോട്ട് ചേർക്കാനൊന്നും നിൽക്കണ്ട. ദെൻ പിന്നെ പി എഴുതുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായി? കോൺവേഴ്സ് എന്ന് പറഞ്ഞ കാര്യമായി. ഇനി നമ്മൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസുകളാണ് പ്രധാനമായി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും പറയൽ കഴിഞ്ഞു. ആകെ 4 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഉള്ളൂ. മിക്കവാറും ഈ 2 സെക്ഷനിൽ നിന്നായിട്ട് തന്നെയാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. എന്നാലും ഇത് കഴിഞ്ഞാൽ കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കോൺട്രഡിക്ഷൻ മെത്തേഡിലൂടെ റൂട്ട് ടു റാഷണൽ ആണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഈ 3 സെക്ഷനും നിങ്ങൾ നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ വളരെ എളുപ്പമല്ലേ? ഒരു സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ എഴുതുക. എന്താ പഠിക്കാനുള്ളൂ? ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് തുടക്കത്തിൽ ചേർക്കുക, സ്റ്റേറ്റ്മെന്റ് അതുപോലെ എഴുതി വെച്ചാൽ
നെഗേഷൻ എന്ന് പറയുന്ന കാര്യം എഴുതൽ കഴിഞ്ഞു. അതേപോലെ എളുപ്പം തന്നെയാണ് ഇത്. പക്ഷെ ഇതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ്റെ രൂപം ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരണം. ഇഫ് കഴിഞ്ഞ വഴിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, ദെൻ കഴിഞ്ഞ വഴിക്ക് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഈ രൂപത്തിൽ കടക്കുന്ന രീതിയിലാണ് ചോദ്യം വരിക. ആ ചോദ്യത്തിനെ ഏത് ഫോമിലേക്ക് മാറ്റണം? ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറ്റിയാൽ കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞ കാര്യം എഴുതൽ കഴിഞ്ഞു. ഇഫ് ക്യൂ ദെൻ പി എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറ്റിയാൽ കോൺവേഴ്സ് എന്ന് പറഞ്ഞ കാര്യം എഴുതൽ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിന്റെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ആദ്യം നമുക്ക് കോൺട്രാപോസിറ്റീവിന്റെ കാര്യം മാത്രം ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം കോൺവേഴ്സിന്റെ കാര്യം പറയാം. എല്ലാവരും ക്വസ്റ്റിനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. റൈറ്റ് ദ കോൺട്രാപോസിറ്റീവ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. തൊട്ട് താഴെ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ കോൺട്രാപോസിറ്റീവ് ആണ് നമുക്ക് എഴുതേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഒബ്സർവ് ചെയ്യൂ. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 then it is divisible by 3. ഇതിന്റെ മീനിങ് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ അതിനെ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ് മീനിങ്. മീനിങ് ഒന്നും നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇഫ് കഴിഞ്ഞ് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഈ സ്റ്റേറ്റ്മെന്റ് ആണ് പി ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ദെൻ കഴിഞ്ഞ് കിടക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ക്യൂ എന്ന് പറഞ്ഞ കാര്യമായി എടുക്കേണ്ടത്. ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എഴുതേണ്ടത്? ഇഫ് എഴുതണം, അതിനുശേഷം ക്യൂവിന്റെ നെഗേഷൻ എഴുതണം, പിന്നെ ദെൻ എഴുതണം, പിന്റെ നെഗേഷൻ എഴുതണം. ഒന്ന് എഴുതാൻ പോവുകയാണ്. ഇഫ് എഴുതി. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ്. നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ ഇറ്റ് എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ എന്തിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, നമ്പറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഇറ്റിന് പകരം എ നമ്പർ എന്ന് പറഞ്ഞ കാര്യം കൊടുക്കാം. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. ഇവിടെ ശരിക്കും പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 എന്നാണ്. ഇറ്റിന് പകരം ഞാൻ എ നമ്പർ എന്ന് പറഞ്ഞ കാര്യം ഉപയോഗിച്ചു. അപ്പോൾ എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3 അല്ല ഞാൻ എഴുതിയിരിക്കുന്നത്, നെഗേഷൻ ആക്കാൻ വേണ്ടി നോട്ട് ചേർത്തു. എങ്ങനെ എഴുതിയ? ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 then it is not divisible by 9. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതിന്റെ കോൺട്രാപോസിറ്റീവ് നോക്കൂ. ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 then it is not divisible by 9. രണ്ടിടത്തിലും നമ്മൾ നോട്ട് ചേർത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ നെഗേഷൻ നമ്മൾ എഴുതേണ്ടത്. എഴുതുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി, ഇവിടെ ഇറ്റ് എന്ന് പറയുന്ന കാര്യമാണ് കിടക്കുന്നത്. എന്തിനെ പറ്റിയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിൾ, നമ്പർ ആണെങ്കിൽ നമ്പർ, ഏതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരിക. എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 then it is not divisible by 9 എന്ന് പറഞ്ഞ രീതിയിൽ എഴുതിയാൽ അതിന്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞ കാര്യം എഴുതി കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ എങ്ങനെ പി എന്ന് പറയുന്ന സ്ഥാനത്ത് ദ ഇൻഡിജർ എൻ ഈസ് ഓഡ് എന്ന് പറയുന്ന കാര്യമാണ്. ക്യൂ എന്ന് പറയുന്നത് എൻ സ്ക്വയർ ഈസ് ഓഡ് എന്ന് പറയുന്ന കാര്യമാണ്. നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? ഈഫ് എഴുതുക, ക്യൂവിന്റെ നെഗേഷൻ എഴുതുക. എൻ സ്ക്വയർ ഈസ് ഓഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതുക? എൻ സ്ക്വയർ ഈസ് നോട്ട് ഓഡ്. ദെൻ ഇനി പി എന്ന് പറയുന്നതിന്റെ നെഗേഷൻ ആണ് എഴുതേണ്ടത്. പി എന്ന് പറയുന്നത് ദ ഇൻഡിജർ എൻ ഈസ് ഓഡ് എന്നാണ്. അതിന്റെ നെഗേഷൻ എഴുതുക. ദ ഇൻഡിജർ എൻ ഈസ് നോട്ട് ഓഡ്. കണ്ടോ, ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടി വന്നില്ല. ആ ഫോർമാറ്റിലേക്ക് എഴുതുക മാത്രമാണ് ചെയ്യേണ്ടി വന്നുള്ളൂ. ഈഫ് എഴുതി, ക്യൂവിന്റെ നെഗേഷൻ എഴുതി, ദെൻ എഴുതി, പിന്റെ നെഗേഷൻ എഴുതി. അപ്പൊ അത് ഏത് ഫോമിലായി? കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ പി എന്ന് പറയുന്നത് എ ട്രയാങ്കിൾ ഈസ് ഈക്വിലാറ്ററൽ, ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐസോസെലസ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? ഈഫ് എഴുതണം. ഇറ്റ് എന്ന് പറയുന്നതിന് പകരം എന്ത് എഴുതുക? എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ കാര്യം കണക്ട് ചെയ്യുക. ക്യൂവിന്റെ നെഗേഷൻ ആണ് എഴുതേണ്ടത്. ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസെലസ് then it is not equilateral. ആദ്യം ഇഫ് എഴുതി, പിന്നെ ക്യൂ എന്ന് പറയുന്നതിന്റെ നെഗേഷൻ എഴുതി, അടുത്തത് ദെൻ എഴുതി, പിന്നെ പി എന്ന് പറയുന്നതിന്റെ നെഗേഷൻ എഴുതി. നെഗേഷൻ എഴുതുമ്പോൾ ഇത്ര വ്യത്യാസം ഇവിടെ വന്നിട്ടുള്ളൂ. എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇവിടെ എഴുതും, ഇവിടെ എ ട്രയാങ്കിളിന് പകരം എന്ത് എഴുതും? ഇറ്റ് എന്ന് പറയുന്ന കാര്യം എഴുതും. അതായത് ആദ്യം നമ്മൾ പറയുമ്പോൾ ഇറ്റ് എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തിനെ പറ്റിയാണോ പറയുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. പിന്നെ വീണ്ടും എ ട്രയാങ്കിൾ എന്ന് പറയേണ്ടതില്ല. അപ്പൊ നമ്മളവിടെ ഇറ്റ് എന്ന് പറഞ്ഞ കാര്യം ഉപയോഗിക്കുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ എന്തായത്? കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്ന കാര്യം ആയിക്കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ
ഇവിടെ പി എന്ന് പറയുന്നത് എക്സ് ഈസ് എ പ്രൈം നമ്പർ എന്നാണ്, ക്യൂ എന്ന് പറയുന്നത് എക്സ് ഈസ് ഓഡ് എന്ന് പറയുന്ന കാര്യമാണ്. കോൺട്രാപോസിറ്റീവ് എഴുതുമ്പോൾ ഇഫ് ക്യൂവിന്റെ നെഗേഷൻ എക്സ് ഓഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളിവിടെ എന്താ എഴുതുക, എക്സ് ഈസ് നോട്ട് ഓഡ്. ദെൻ ഇവിടെ എക്സ് ഈസ് എ പ്രൈം നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പ്രൈം നമ്പർ അല്ല എന്നുള്ള രീതിയിൽ എഴുതണം. എക്സ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ഇപ്പൊ നിങ്ങൾക്ക് കോൺട്രാപോസിറ്റീവ് എങ്ങനെ എഴുതുക എന്നതിനെ പറ്റി ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഏത് സ്റ്റേറ്റ്മെന്റ് തരികയാണെങ്കിലും അതെല്ലാം ഇഫ് ദെൻ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്തതായിരിക്കും. അപ്പോൾ ഇഫ് കഴിഞ്ഞ് കിടക്കുന്നത് പി ആയിരിക്കും, ദെൻ കഴിഞ്ഞ് കിടക്കുന്നത് ക്യൂ ആയിരിക്കും. അതിനെ ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി എന്ന് പറഞ്ഞ ഫോമിലേക്ക് കണക്ട് ചെയ്ത് എഴുതിയാൽ കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞ കാര്യം എഴുതി കഴിഞ്ഞു. സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞത്. ഓക്കെ, ഇത് മാത്രം നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ പോരാ, കൂടുതൽ ചോദ്യങ്ങൾ കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ കൂടി എടുത്തിട്ട് അതിൻ്റെ കോൺട്രാപോസിറ്റീവ് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇനി നമ്മൾക്ക് കോൺവേഴ്സിൻ്റെ കാര്യത്തിലേക്ക് ഒന്ന് പോകാം. ഇതേ ചോദ്യങ്ങളെല്ലാം തന്നെ കോൺവേഴ്സിലും വരാം. ഈ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും എങ്ങനെ വരാം, കോൺവേഴ്സിലും വരാം. കാരണം കോൺവേഴ്സിലെ ചോദ്യത്തിൻ്റെയും ഫോർമാറ്റ് എന്ത് തന്നെയാണ്, ഇഫ് പി ദെൻ ക്യൂ എന്ന് പറഞ്ഞ ഫോമിൽ തന്നെയാണ്. അപ്പോൾ ഇതേ ചോദ്യങ്ങളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഇതിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുന്ന കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള അതായത് സ്റ്റേറ്റ്മെന്റുകളും അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഈ ചോദ്യത്തിൽ കാണാം. റൈറ്റ് ദ കോൺവേഴ്സ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഇഫ് ദ ഇൻറ്റിജർ എൻ ഈസ് ഈവൺ ദെൻ എൻ സ്ക്വയർ ഈസ് ഈവൺ. ഇതിന്റെ കോൺവേഴ്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇഫ് കഴിഞ്ഞ് കിടക്കുന്നതാണ് പി വരിക, ദെൻ കഴിഞ്ഞ് കിടക്കുന്നതാണ് ക്യൂ വരിക. നമ്മൾ ഇതിനെ ഏത് ഫോമിലേക്ക് മാറ്റണം, ഇഫ് എഴുതുക, അടുത്തത് ക്യൂ എഴുതുക, എൻ സ്ക്വയർ ഈസ് ഈവൺ അത് അതുപോലെ തന്നെ എഴുതി വെക്കുക. ദെൻ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതുക, ദെൻ ദ ഇൻറ്റിജർ n ഈസ് ഈവൺ. അപ്പൊ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കൂ, ഇഫ് n സ്ക്വയർ ഈസ് ഈവൺ ദെൻ ദ ഇൻറ്റിജർ n ഈസ് ഈവൺ. ദ ഇൻറ്റിജർ എന്ന് പറയുന്നത് അവിടെ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇഫ് n സ്ക്വയർ ഈസ് ഈവൺ ദെൻ n ഈസ് ഈവൺ എന്ന് പറഞ്ഞ കാര്യം എഴുതിയാലും മതി. ഇനിയല്ല ഇഫ് ദ ഇൻറ്റിജർ n സ്ക്വയർ ഈസ് ഈവൺ ദെൻ n ഈസ് ഈവൺ എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് അതിനെ എഴുതാവുന്നതാണ്. എന്തായാലും ഇത് വാല്യൂ ചെയ്യുന്ന ആൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാവണം. അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇഫ് അടുത്തത് ക്യൂ ആണ് എഴുതേണ്ടത്. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ്. അതിന് പകരം എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3. പ്രത്യേകം ശ്രദ്ധിക്കണേ, നോട്ട് ചേർക്കരുത്. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3 then it is divisible by 9. ഇവിടെ ഒന്ന് നോട്ട് ചേർക്കാതെ എഴുതണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഫ് എഴുതി, ക്യൂ എഴുതി, ദെൻ എഴുതി, അടുത്തത് പി എന്ന് പറയുന്ന കാര്യം എഴുതി. അപ്പൊ അത് കോൺവേഴ്സ് ആയി. മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വിലാറ്ററൽ ദെൻ ഇറ്റ് ഈസ് ഐസോസെലസ്. ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഐസോസെലസ് then it is equilateral. അത് ഏത് ഫോമിലായി, ഇഫ് എഴുതി, ക്യൂ എന്ന് പറയുന്ന കാര്യം എഴുതി, ദെൻ എഴുതി, പി എന്ന് പറഞ്ഞ കാര്യം എഴുതി, കോൺവേഴ്സ് എന്ന് പറഞ്ഞ കാര്യം എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇഫ് ദെൻ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റും നിങ്ങൾക്ക് കോൺട്രാപോസിറ്റീവ് എഴുതാനോ അല്ലെങ്കിൽ കോൺവേഴ്സ് എഴുതാനോ ആയിട്ട് ചോദ്യം വരാറുണ്ട്. എങ്ങനെ എഴുതാം എന്നുള്ളത് കൃത്യമായി നമ്മൾ എക്സാമ്പിൾസിലൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് നിങ്ങൾ ചെയ്തു പഠിക്കുക. ചെയ്തു പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നും വരുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന കോൺട്രഡിക്ഷൻ മെത്തേഡ് കൂടിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചോദ്യം പോലെയാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ പ്രൂവ് ചെയ്യുക. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കോൺട്രഡിക്ഷൻ മെത്തേഡിലൂടെ തെളിയിക്കാനായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തരും. ആ സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. പിന്നീട് നമ്മൾ അസ്യൂം ചെയ്ത ആശയത്തിൽ നിന്നുകൊണ്ട് കുറച്ച് മുൻപിലേക്ക് ചെയ്തു പോകുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞ കാര്യത്തിന് ഒരു കോൺട്രഡിക്ഷൻ വരും. അതായത് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു വെച്ച കാര്യത്തിന് എന്തെങ്കിലും വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ അവിടെ വെച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും അസ്യൂം ചെയ്തത് തെറ്റാണ്,
അതുകൊണ്ട് തന്നെ കോൺട്രഡിക്ഷൻ മെത്തേഡിലൂടെ ഈ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് നമുക്ക് സമർത്ഥിക്കുകയും ചെയ്യാം. ഈ ഒരു ഫോർമാറ്റിലാണ് അത് ചെയ്തു പോവുക. ഇത് നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. √2 ഈസ് ഇറാഷണൽ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ തെളിയിക്കുന്നത് പഠിച്ചതാണ്. 9th സ്റ്റാൻഡേർഡിൽ അത് വരുന്നുണ്ട്. അതേ കാര്യം തന്നെയാണ് നമുക്കിവിടെ ഒന്നുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇപ്പം നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണാം. വെരിഫൈ ബൈ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ √2 ഈസ് ഇറാഷണൽ. √2 എന്ന് പറയുന്നത് ഇറാഷണൽ ആണ് എന്നുള്ളത് നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡിലൂടെ തെളിയിക്കണം. √2 ചോദിക്കാറുണ്ട്, √5 ചോദിക്കാറുണ്ട്, √3 ചോദിക്കാറുണ്ട്, √7 ചോദിക്കാറുണ്ട്, √11 ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. പിന്നെ അതിൽ ചെറിയ എഡിറ്റിങ്ങൾ നടത്താൻ മാത്രം പഠിച്ചാൽ മതി. എന്തായാലും ആദ്യം √2 ഇറാഷണൽ ആണ് എന്നുള്ളത് എങ്ങനെ തെളിയിക്കാം എന്നുള്ളതെന്ന് പറയാം. √2 ഇറാഷണൽ ആണ് എന്നുള്ളതാണ് തെളിയിക്കാനുള്ളത്. ഞാൻ അതിനെ അസ്യൂം ചെയ്യുന്നത് √2 ഈസ് റാഷണൽ എന്ന് പറഞ്ഞിട്ടാണ്. അസ്യൂം ദാറ്റ് √2 ഈസ് റാഷണൽ. ഏത് റാഷണൽ നമ്പറിനെയും p/q ഫോമിൽ എഴുതാം. പിയും ക്യൂവും ഇൻഡിജർ ആവണം. പിന്നും ക്യൂവിനും കോമൺ ഫാക്ടർ ഉണ്ടാകാൻ പാടില്ല. അത് അതിന്റെ ഡെഫിനിഷനാണ്. ഈ കോമൺ ഫാക്ടറിന്റെ കാര്യം ഒന്നുകൂടി കൃത്യമായിട്ട് നമുക്ക് പറയാനുണ്ട്. അപ്പൊ നമുക്ക് √2 എന്ന് പറയുന്നതിനെ p/q എന്ന് പറഞ്ഞു എഴുതാം. വേർ p ആൻഡ് q ആർ ഇൻഡിജേഴ്സ്. പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആവാനേ പാടുള്ളൂ. അതിന്റെ ഡെഫിനിഷനിൽ വരുന്ന കാര്യമാണ് കേട്ടോ. കോമ p, q have no common factors. അതായത് ഞാൻ ഇവിടെ എടുക്കുന്നത് √2 എന്ന് പറയുന്നതിനെ p/q രൂപത്തിൽ എഴുതാം. കാരണം റാഷണൽ ആണ്. അതിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പിനും ക്യൂനും കോമൺ ഫാക്ടർ ഇല്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എക്സാമ്പിൾസുകൾ മുമ്പിലേക്ക് ചൂണ്ടിക്കാണിക്കാം. 2/4 ഒരു എക്സാമ്പിൾ ആണ്. ഈ 2/4ൽ 2ഉം 4ഉം ഇൻഡിജർ ആണ്. പക്ഷേ ഇവിടെ കോമൺ ഫാക്ടർ ഉണ്ട്. ഏതാ കോമൺ ഫാക്ടർ? 2 എന്ന് പറയുന്ന കോമൺ ഫാക്ടർ ഉണ്ട്. നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇതിന് തന്നെ ഒരു സിംപ്ലസ്റ്റ് ഫോം ഉണ്ട്. ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. അപ്പോൾ ഈ 2/4 എടുക്കാതെ നമ്മൾ നേരെ സിംപ്ലസ്റ്റ് ഫോമിലേക്കാണ് പോകുന്നത്. സിംപ്ലസ്റ്റ് ഫോമിൽ നോക്കൂ. സിംപ്ലസ്റ്റ് ഫോമിൽ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് വല്ലതും ഉണ്ടോ? കോമൺ ഫാക്ടർ ഒന്നുമില്ല. കോമൺ ഫാക്ടർ ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ കോമൺ ഫാക്ടർ 1 അല്ലാതെ വേറൊന്നും അവിടെ ഇല്ല. നമ്മളവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താ? പിനും ക്യൂവിനും വേറെ കോമൺ ഫാക്ടേഴ്സും ഒന്നും ഇല്ല എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ √2 എന്ന് പറയുന്നത് p/q എന്ന് പറഞ്ഞെടുക്കുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. അപ്പൊ 2/4 ആണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതെങ്കിൽ നമ്മൾ എവിടേക്ക് എത്തണം? അത് 1/2ലേക്ക് എത്തണം. ഈ 1/2ലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് എന്തില്ല? കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിലാണ് p, q have no common factors എന്ന് പറഞ്ഞ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. q കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. √2q എന്ന് പറയുന്നത് p ആണെന്ന് എഴുതാം. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് വശവും നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്? √2നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. ക്യൂവിനെ സ്ക്വയർ ചെയ്താൽ q² കിട്ടും. പിനെ സ്ക്വയർ ചെയ്താൽ p² കിട്ടും. അതായത് 2q² = p². ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? p² എന്ന് പറയുന്നതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. p²നെ q² കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ നമ്പറുകളുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ 12 എന്ന് പറയുന്ന ഒരു നമ്പറിനെ 4 × 3 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ 12നെ 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അതുപോലെ ഇവിടെ ഇങ്ങനെ 2 × q² എന്ന് പറയുന്നത് p² ആണ്. അപ്പോൾ p²നെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, p²നെ q² കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമുക്ക് കോൺട്രഡിക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് ഞാനിവിടെ p² ഡിവൈഡ്സ് 2 എന്ന് പറയുന്ന കാര്യം മാത്രമേ എടുക്കുന്നുള്ളൂ. p² ഡിവൈഡ്സ് 2. p² ഡിവൈഡ്സ് q² കൂടി ഉണ്ട്. അത് തൽക്കാലം ഞാൻ എടുക്കുന്നില്ല. p² ഡിവൈഡ്സ് 2 എന്ന് പറഞ്ഞാൽ p²നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. p²നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ പിന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 എന്ന് പറയുന്നതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് ആയ 2വിനെയും എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. 4 എന്ന് പറയുന്നതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ 4ന്റെ സ്ക്വയർ റൂട്ട് ആണ് 2 വരിക. 2വിനെ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ p²നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ പിന്നെയും എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ ഒന്നാമത്തെ ഇക്വേഷൻ ആക്കി നിർത്തുകയാണ്. നമുക്കറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏത് നമ്പേഴ്സിനെയും 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. ഇപ്പോ 12 എന്ന് പറയുന്ന ഒരു നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെ നമുക്ക് 6 × 2 എന്ന് പറഞ്ഞു എഴുതാം. 14 എന്ന് പറയുന്ന ഒരു നമ്പർ അതിനെ നമുക്ക് 2 × 7 എന്ന് പറഞ്ഞു എഴുതാം.
32 എന്ന് പറയുന്ന ഒരു നമ്പർ, അതിനെ നമുക്ക് 2 × 16 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ എല്ലാം എന്താണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സുകൾ 2ന്റെ മൾട്ടിപ്പിൾ ആക്കി എഴുതാം. ഇവിടെ നമ്മൾ പറയുന്നു പിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്നതിനെ 2 × c, where c is some integer. ഞാൻ പി എന്ന് പറയുന്നത് 14 ആണ് എടുക്കുന്നതെങ്കിൽ 2 × 7 ആണ് വരിക. അപ്പൊ സിന്റെ പൊസിഷനിൽ 7 വരും. എന്നാൽ ജനറൽ ഐഡിയ പിടിച്ച് എഴുതുന്ന സമയത്ത് എന്താണ് അവിടെ വരിക എന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ സി എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മുൻപ് ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡും ഒന്ന് സ്ക്വയർ ചെയ്യാം. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ പിന്റെ സ്ക്വയർ പി സ്ക്വയർ വരും, 2ന്റെ സ്ക്വയർ 4 വരും, സിന്റെ സ്ക്വയർ സി സ്ക്വയർ വരും. ഇപ്പോൾ പി സ്ക്വയർ ഈക്വൽ ടു 4c സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ പി സ്ക്വയർ എന്ന് പറയുന്നത് 2q സ്ക്വയർ ആണെന്ന് ഇവിടെയും കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടും പി സ്ക്വയർ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 2q സ്ക്വയർ എന്ന് പറയുന്നത് നിർബന്ധമായും എന്തായിരിക്കണം, 4c സ്ക്വയർ ആയിരിക്കണം. കാരണം പി സ്ക്വയറിന് രണ്ട് വ്യത്യസ്തമായ ആൻസറുകൾ വരികയില്ല. അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താവണം, ഈക്വൽ ആവണം. അപ്പൊ ഇവിടെ 4c സ്ക്വയർ കിട്ടി, ഇവിടെ ഇങ്ങനെ 2q സ്ക്വയർ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2q സ്ക്വയർ ഈക്വൽ ടു എന്ത് പറയാം, നമുക്ക് 4c സ്ക്വയർ എന്ന് പറയാം. ഇവിടെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ q സ്ക്വയർ ഈക്വൽ ടു 2c സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ q സ്ക്വയർ മാത്രമാവും. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2c സ്ക്വയർ ആയിട്ട് മാറും. ഇവിടെ നോക്കൂ, q സ്ക്വയർ എന്ന് പറയുന്നത് 2c സ്ക്വയറിന് തുല്യമാണ്. അതായത് q സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ q സ്ക്വയറിനെ c സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമ്മൾക്ക് കോൺട്രഡിക്ഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി q സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രം ഞാൻ എടുക്കുന്നു. q സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ ക്യൂവിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷൻ ആക്കുന്നു. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യൂ. ഒന്നാമത്തെ ഇക്വേഷനിൽ പറയുന്നത് പിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷനിൽ പറയുന്നത് ക്യൂവിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറയുന്നത് പിന്റെയും ക്യൂവിന്റെയും കോമൺ ഫാക്ടർ ആണ് എന്നുള്ള അർത്ഥത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മളിവിടെ എന്താ എഴുതി വെച്ചത്, പി കോമ ക്യൂ ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ്. അപ്പൊ ആ എഴുതി വെച്ചതിന് ഒരു കോൺട്രഡിക്ഷൻ ആണ് ഇപ്പൊ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2, which is a contradiction. Therefore, by contradiction method, root 2 is irrational. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതേ കാര്യം റൂട്ട് 7 ഇറാഷണൽ ആണ് എന്ന് ചോദിച്ചാൽ ഇതേ സെന്റൻസുകൾ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. 2 കാണുന്നതിന് പകരം 7 അപ്ലൈ ചെയ്യുക, 4 കാണുന്നതിന് പകരം 49 അപ്ലൈ ചെയ്യുക. റൂട്ട് 5 ഇറാഷണൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കാര്യം തന്നെയാണ് എഴുതേണ്ടത്. അതിൽ 2ന് പകരം 5 ആക്കുക, 4ന് പകരം 25 എന്ന് പറയുന്ന കാര്യം ആക്കുക. അപ്പം അങ്ങനെ ഏത് വന്നു കഴിഞ്ഞാലും ഇതിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചു വെച്ചാൽ മതി. ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വെയിറ്റേജ് കുറവാണ്, അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ഒന്നും ആയിരിക്കില്ല. നിങ്ങളിതിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് നെഗേഷൻ കണ്ടുപിടിക്കുന്നത്, കോൺട്രാപോസിറ്റീവ് കാണുന്നത്, കോൺവേഴ്സ് കാണുന്നത്. ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടി പഠിച്ചു വയ്ക്കുക. അതുകൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മാർക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്കോർ ചെയ്യാവുന്നതാണ്. പുതിയ ഒരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.